എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാലവർഷമൊക്കെ ശക്തമായതിന് ശേഷം എല്ലാ പ്രദേശങ്ങളിലും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ 2018 പ്രളയം വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ച പ്രദേശത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് കൈനേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അവിടെ ഉണ്ടായ പ്രകടമായ മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എടുത്ത് കാണിക്കുന്നത്. ഇത് വീടുകളുടെ നിർമ്മിതിയിലുണ്ടായ വ്യത്യാസം, വ്യാപകമായിട്ട് ഇത്തരത്തിൽ തൂണുകളിൽ ഉയർത്തിയുള്ള വീടുകൾ, പ്രത്യേകിച്ച് പാടശേഖരങ്ങളുടെ ബണ്ടുകളിലുമൊക്കെ താമസിക്കുന്നവർ വീടുകൾ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ ഇത്തവണയൊക്കെ പ്രളയത്തെ അതിജീവിക്കുവാനായിട്ട് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് സഹായകരമായിട്ടുണ്ട്. ഒരുപാട് വീടുകൾ നമുക്ക് കൈനേരി പോലെയുള്ള പ്രദേശങ്ങളിൽ, അതായത് വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രളയക്കെടുതികൾ നേരിട്ടുകൊണ്ടിരുന്ന ആറുപങ്ക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം ധാരാളം വീടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ റീബിൽഡ് കേരള പദ്ധതിയിൽ തന്നെ 738 വീടുകൾ കുട്ടനാട്ടിൽ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതായിട്ടാണ് സർക്കാരിൻ്റെ കണക്ക്. 1826 വീടുകളാണ് ഈ പദ്ധതിയിൽ മൊത്തത്തിൽ നിർമ്മിക്കുന്നത്. 4 ലക്ഷം രൂപയുടെ ഒരു സഹായത്തോടെയാണ് ഗുണഭോക്താക്കൾ സ്വന്തം നിലയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ കെയർ ഹോം പദ്ധതിയിലും ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കാനായിട്ടാണ് അനുമതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീടുകൾ വന്നതോടെ തീർച്ചയായിട്ടും ഇപ്പം വെളിയനാട്, കൈനഗിരി, കാവാലം, പുളുങ്കുന്ന് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള വീടുകൾ വന്നത് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി അതിജീവിക്കാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ ബണ്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ, കൃഷിയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം വരെ ഇപ്പോൾ നേരിട്ട് ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ നേരിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് പാടശേഖരങ്ങളുടെ ബണ്ടുകളെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രളയക്കെടുതികൾ ഇനി 2018 പോലെ ഈ പ്രദേശങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാരും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നത്. അതുപോലെ പാടശേഖരങ്ങളിൽ നിയന്ത്രിത പമ്പിങ് കൊണ്ടുവരുന്നതും ഈ പ്രളയകാലങ്ങളിൽ, വെള്ളപ്പൊക്ക കാലങ്ങളിൽ ജനങ്ങളുടെ ദുരിതം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമാണ്. അപ്പോൾ ഇത് ടൂറിസവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന കുപ്പപ്പുറം പോലെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ പ്രദേശത്തെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ ഇത്തരം തൂണുകളിൽ തീർത്ത വീടുകളാണ്. ഇപ്പോൾ തൂണുകൾ നല്ല വേനൽക്കാലത്തും മറ്റുമൊക്കെ ഇതിൻ്റെ താഴെ സ്റ്റോർ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കെട്ടിമറച്ച് മുറികളായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ തൂണുകളിൽ നിൽക്കുന്നത് തന്നെയാണെന്നാണ് നമുക്ക് കാണുമ്പോൾ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളെ, അതുപോലെ തന്നെ തനത് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഒക്കെ ഈ രൂപത്തിലേക്ക് രൂപമാറ്റം വരുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളപ്പൊക്കകാലമായിട്ട് തന്നെ നല്ല മഴ ഈ പ്രദേശത്ത് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കരുതിയാൽ മതി. ഒരുപാട് പരാധീനതകളും പ്രശ്നങ്ങളും ഒക്കെ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.